AK-47 ഉപയോഗിച്ചാണ് വെടിവെക്കാൻ പോകുന്നത്. ഇത് ബോംബ് വീണുണ്ടായ കുഴിയാണ്. ചെറുതായിട്ടൊരു ചമ്മലുണ്ടായിരുന്നു. നമസ്കാരം, വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കാർത്തിക്കും ലിൻഡയും ഉണ്ട്. ഹലോ. അങ്ങനെ ഞങ്ങൾ വിയറ്റ്നാം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഹോച്ചിമിൻ സിറ്റി. എന്നെ വിളിക്കണ്ടേ? എന്നെ വിളിക്കാണ്ട് ചേട്ടൻ ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് തിരിയുന്ന ഈ ഒരു ആംഗിളില്ലേ? നിങ്ങൾ ഒന്നും വേണ്ട, കുറച്ചൊരു വിഷ്വൽ എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. കാരണം ഡയലോഗുകൾ വേറെ. ചേട്ടാ, ഞങ്ങളുടെ ഭർത്താവിനെ മാത്രം എടുത്തോ, പുള്ളിയുടെ കട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ആദ്യം പോകുന്നത് കൂച്ചി ടണൽ കാണാനാണ്. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് കൂച്ചി ടണലിലേക്ക് ഏകദേശം 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഒരു ഓളത്തിലങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങി ഒക്കെ അങ്ങ് പോകാം. സത്യം, കാലത്ത് നേരത്തെ എന്റെ കാരണേ ഡാഡി വൈബിള്ളവരൊക്കെ ഉറങ്ങുക. തള്ളവൈബാണ്. നമ്മുടെ നാട്ടിലേതുപോലുള്ള പാടം, റബ്ബർ തോട്ടം എന്നിവയൊക്കെ ഇവിടെയുമുണ്ട്. ഇപ്പോൾ നമ്മളീ പോകുന്ന റോഡ് നല്ല ഭംഗിയുള്ള ഒരു റോഡാണ്. ഒരുപാട് ദൂരം സ്ട്രെയിറ്റ് ആയി പോകുന്ന റോഡിന് സൈഡിൽ നിറയെ മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെയാണ്. ഞങ്ങൾ കൂച്ചി ടണൽ എത്താറായിട്ടുണ്ട്. ഏകദേശം 6 മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അവൻ പറഞ്ഞു 5 മിനിറ്റ്സ്. അങ്ങനെ ഞങ്ങൾ കൂച്ചി ടണലിന്റെ എൻട്രൻസിലെത്തി. ഇത് സാങ് ഞങ്ങളുടെ ഗൈഡാണ്. ഞങ്ങള് പാക്കേജ് ടൂർ ബുക്ക് ചെയ്തതിൽ ഉൾപ്പെടുന്നതാണ് ഈ ഗൈഡും. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഏകദേശം $5 ഉണ്ട് ടിക്കറ്റ്. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ കൂച്ചി ടണലിലേക്ക് പോകുന്ന ഭാഗത്തായി വിയറ്റ്നാം യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന പലതരം തോക്കുകൾ, ബോംബ് ലോഞ്ചറുകൾ എന്നിവയൊക്കെ കാണാം. ഇതെല്ലാം ഒറിജിനൽ ബോംബുകളും ഷെല്ലുകളുമൊക്കെയാണ്. താഴെ ഇരിക്കുന്നതാണ് ഷെല്ലുകൾ. ഇനി നമ്മൾ കൂച്ചി ടണലിന്റെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. വലിയൊരു കാടിനകത്താണ് കൂച്ചി ടണലും വിയറ്റ്നാം യുദ്ധകാലത്തെ കാഴ്ചകളുമൊക്കെ ഉള്ളത്. പ്രത്യേക രീതിയിൽ ഓലമേഞ്ഞ ചില ഷെഡുകളാണ് ഉള്ളിലേക്ക് എത്തിയാൽ ആദ്യം കാണാൻ സാധിക്കുക. ഏറ്റവും അധികം യുദ്ധങ്ങളും അധിനിവേശങ്ങളും നേരിടേണ്ടി വന്ന ഒരു ജനതയാണ് ഇവിടുത്തേത്. അതുമായി ബന്ധപ്പെട്ട് പല യുദ്ധസ്മാരകങ്ങളും വിയറ്റ്നാമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കൂച്ചി ടണലും. മംഗോളിയർ, ചൈനക്കാർ, ജപ്പാൻകാർ, ഫ്രഞ്ചുകാർ, അമേരിക്കക്കാർ എന്നിവരെല്ലാം വിയറ്റ്നാമിൽ അധിനിവേശം നടത്തി. ഇതിൽ അമേരിക്കയുമായുള്ള യുദ്ധം 1959 മുതൽ 75 വരെ നീണ്ടുനിന്നു. അതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വിയറ്റ്നാം യുദ്ധം എന്നറിയപ്പെടുന്നത്. ലോകത്തെ വിറപ്പിച്ചിരുന്ന അമേരിക്ക അന്ന് സകലമാന ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്തിട്ടും വിയറ്റ്നാം ഒളിപ്പോരാളികൾക്ക് മുന്നിൽ തോറ്റുമടങ്ങേണ്ടി വന്നു. ഇതൊക്കെ ഉപയോഗിച്ചാണ് അവർ വലിയ തുരങ്കമുണ്ടാക്കിയത്. For total 20 years from 1948 to 1968 is 250 kilometers. 50 kilometer? Yeah, the whole tunnel. And we connect together. And you know that you live under the ground. വിയറ്റ്നാം പട്ടാളക്കാർ അമേരിക്കൻ പട്ടാളത്തെ നേരിട്ടിരുന്നത് ഈ ടണലിൽ ഇരുന്നായിരുന്നു. ഈ കൂച്ചി ടണല് ഏകദേശം 250 കിലോമീറ്ററോളമാണ് ഇവർ കുഴിച്ചെടുത്തിരിക്കുന്നത്. കാടിനുള്ളിലൂടെ അങ്ങനെ നടന്നെത്തിയത് ചെളിവെള്ളം നിറഞ്ഞ ഒരു ചെറിയ കുളത്തിനടുത്താണ്. കണ്ടപ്പോൾ കുളം പോലെ തോന്നിയെങ്കിലും ശരിക്കും അത് ഒരു കുളമല്ലായിരുന്നു. എനിക്ക് പുറകിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ വലിയ കുഴിയുണ്ടല്ലോ, ഇത് ബോംബ് വീണുണ്ടായ കുഴിയാണ് വിയറ്റ്നാം വാറിൽ. ഇതാണ് ടൈഗർ ട്രാപ്പ്. യുദ്ധകാലത്ത് എതിർപക്ഷത്തുള്ള പട്ടാളക്കാരെയും അതുപോലെ മൃഗങ്ങളെയും ഒക്കെ പിടിക്കാൻ ഉപയോഗിച്ചിരുന്നതാണിത്. പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഇത് തറയിൽ സെറ്റ് ചെയ്യും. അബദ്ധവശാൽ ഈ ട്രാപ്പിലേക്ക് കയറുന്നയാൾ താഴെയുള്ള കൂർത്ത ഇരുമ്പ് മുള്ളുകളിലേക്ക് വീഴുകയും മരിക്കുകയോ അല്ലെങ്കിൽ വലിയ പരിക്കുകൾ സംഭവിക്കുകയോ ചെയ്യും.
യുദ്ധകാലത്ത് അമേരിക്കൻ പോർ വിമാനങ്ങളുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ടാക്കിയതാണ് ഈ സീക്രട്ട് ഹോൾ. ഇതുപോലെ ഇഷ്ടം പോലെ സീക്രട്ട് ഹോളുകൾ ഇവിടെയുണ്ട്. ബോംബും തോക്കുകളും ഒക്കെയുള്ള അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് വിയറ്റ്നാമീസ് പട്ടാളക്കാർ ഇതിലേക്ക് ഇറങ്ങി മുകളിൽ ഒരു മൂടിയും വെച്ച് ഒളിച്ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. Oh my god! I never expected that. Well done. Okay, let's show it. ആക്ച്വലി ലിൻഡെ അതിൻ്റെ അകത്ത് ആദ്യം ഇറങ്ങുമ്പോൾ ആരും ഇല്ലായിരുന്നേ. അപ്പോൾ ഇറങ്ങി പുള്ളിക്കാരത്തി അതെല്ലാം വെച്ച് മൂടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നിറച്ച ആളുകൾ ചുറ്റും. ചെറുതായിട്ടൊരു ചമ്മലുണ്ടായിരുന്നു. അയ്യോ, പള്ളി പെരുന്നാളിന് ആൾക്കാർ പെട്ടെന്ന് തുറന്ന് പുറത്തു വന്നപ്പോ ഇറങ്ങാൻ നേരം ആരും ഇല്ലായിരുന്നല്ലേ. ചമ്മിച്ചാറായി. ഞങ്ങളെപ്പോലെ വേറെയും ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഇവിടെ വാർ മെമ്മോറിയൽ കാഴ്ച കാണാൻ എത്തിയിട്ടുണ്ട്. എതിർപക്ഷത്തുള്ള പട്ടാളക്കാരെ ഒളിച്ചിരുന്ന് വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇത്. ഒരുപാട് ഏരിയയുണ്ട് ഈ ഫോറസ്റ്റ്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ മുഴുവൻ കണ്ടു തീർക്കാൻ അത്യാവശ്യം ദൂരം നടക്കണം. ഇത്തരം വസ്ത്രങ്ങളാണ് അന്നൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ ധരിച്ചിരുന്നത്. കാരണം ടണലിൽ കൊതുക് ശല്യം വളരെ കൂടുതലായിരുന്നു. അവയെ പ്രതിരോധിക്കാനും മലേറിയ പോലുള്ള അസുഖങ്ങൾ തടയാനും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അവരെ സഹായിച്ചിരുന്നു. സ്ത്രീകൾ ബ്ലാക്ക് കളർ ഡ്രസ്സും പുരുഷന്മാർ ഗ്രീൻ കളർ ഡ്രസ്സുമാണ് ഉപയോഗിച്ചിരുന്നത്. കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അകലെ നിന്ന് വെടിയൊച്ച കേൾക്കാം. ഒറിജിനൽ യുദ്ധത്തോക്ക് ഉപയോഗിച്ചുള്ള വെടിവെപ്പും സന്ദർശകർക്കായുള്ള ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ്. ഈ കാണുന്ന ചിതൽപുറ്റ് പോലുള്ള ഭാഗം ഒളിച്ചിരുന്ന് വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. കൂടാതെ ടണലിലേക്ക് വായു എത്തിച്ചിരുന്നത് ഇത്തരം മൺകൂനകളിൽ ചെറിയ ഹോളുകൾ ഉണ്ടാക്കിയാണ്. ഇത് അമേരിക്കയുടെ ഒരു പഴയ യുദ്ധ ടാങ്കാണ് M41. ഈ ഷെഡിനുള്ളിലും യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ചില ട്രാപ്പുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ട്രാപ്പുകളുടെ ഡെമോൺസ്ട്രേഷൻ ആണ്. ഒരാൾ എങ്ങനെയാണ് ഈ ട്രാപ്പുകൾ വർക്ക് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇതാണ് പണ്ട് അവർ വെപ്പൺസ് ഒക്കെ നന്നാക്കാൻ ഉപയോഗിച്ചിരുന്ന വർക്ക്ഷോപ്പ്. ഇവിടെയാണ് വിയറ്റ്നാം പട്ടാളക്കാർ അവരുടെ ആയുധങ്ങളൊക്കെ തേച്ചു മിനുക്കിയിരുന്നത്. ഇതൊക്കെ റിയൽ ബോംബുകളാണ്. നമ്മളിപ്പോൾ കണ്ട ഈ ഒളിച്ചിരിക്കാനുള്ള ടണലുകളും അതുപോലെ വെപ്പൺ നന്നാക്കുന്ന ആയുധപ്പുറകളും അതുപോലെ ട്രാപ്പുകളും ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. നമ്മളെല്ലാം കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും ആർട്ടിലറീസ് അടക്കമുള്ള ചില വെപ്പൺസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്തായി ഒരു കഫറ്റേരിയയുമുണ്ട്. ഷൂട്ടിങ്ങിന് നമ്മൾ ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. ഒരു ബുള്ളറ്റിന് 60 VND ആണ്. 60,000-ന് 10 ബുള്ളറ്റ് മേടിച്ചിട്ട് ഇയർമഫ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സൗണ്ടാണ്. ഇതാണ് ഷൂട്ടിംഗ് ഏരിയ. ഈ കിടക്കുന്നതെല്ലാം ബുള്ളറ്റിന്റെ കാർട്രിഡ്ജ് കേസുകളാണ്. AK-47 ഉപയോഗിച്ചാണ് വെടിവെക്കാൻ പോകുന്നത്. അങ്ങനെ ഞാനും ഒരു AK-47 തോക്കുമായി വെടിവെക്കാൻ പോവുകയാണ്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണിത്. അപൂർവമായി ഇത്തരം അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. പൊട്ടിക്കട്ടെ. ശംഭുവിന്റെ ആരാന്ന് തോന്നുന്നല്ലോ. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത കാഴ്ചകൾ കാണാൻ നടക്കുകയാണ്. പട്ടാളക്കാരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലവും ചെരുപ്പുകൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു സ്ഥലവുമൊക്കെയാണ് അടുത്ത കാഴ്ചകൾ. റബ്ബർ ടയറുകളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചായിരുന്നു അന്ന് വിയറ്റ്നാം പോരാളികൾ ചെരുപ്പുണ്ടാക്കിയിരുന്നത്. ഇക്കാണുന്നത് ഒരു ഫൈറ്റിംഗ് ബങ്കറാണ്. ഞങ്ങൾ ഫൈറ്റിംഗ് ബങ്കർ കയറാൻ പോവാ.
ശരിക്കും ഈ ഫോറസ്റ്റിന് അടിയിൽ മുഴുവൻ ടണൽ സിസ്റ്റമാണ്. നമ്മളിപ്പോൾ ഒരിടത്ത് ഇറങ്ങിയില്ല, അവിടെ നടക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇരുന്ന് നിരങ്ങണം, അല്ല കിടന്ന് നിരങ്ങണം, അത്രയും ഇടയേ ഉള്ളൂ. ഒരാൾക്ക് എണീറ്റ് നിൽക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ അകത്ത്. അങ്ങനെ കൂച്ചി ടണൽ ഏകദേശം കണ്ടു തീരാറായി. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ AK-47 എടുത്തൊന്ന് പെരുമാറാൻ പറ്റിയതാണ്. റിയൽ AK-47 ഉപയോഗിച്ച്, റിയൽ ബുള്ളറ്റ് ഉപയോഗിച്ച് പൊട്ടിക്കാൻ പറ്റി. അതങ്ങനെ ലൈഫിൽ കിട്ടുന്നൊരു അവസരമല്ല. പ്രത്യേകിച്ച് സാധാരണ ഒരു ഗണ്ണെടുത്ത് വെടിവെക്കണമെങ്കിൽ പോലും നമുക്ക് അതിന് ലൈസൻസൊക്കെ വേണം. ഇതൊന്നും ലൈസൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് AK-47 അതെടുത്ത് റിയൽ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെക്കാൻ പറ്റി. അങ്ങനെ കൂച്ചി ടണൽ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി ലഞ്ച് കഴിക്കണം.